Hello everyone, welcome back to my channel once again. I am Ajay from the English Voice Online speaking to you now. Today I am going to introduce some more phrases as usual. Phrases and Sentences എന്ന സീരീസിലെ 6ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. പതിവുപോലെ തന്നെ ഈ എപ്പിസോഡിൽ 5 ഫ്രേസസുകളും അതിൻ്റെ മലയാള അർത്ഥവും അല്പം വിവരണങ്ങളും കൂടാതെ 2 ഉദാഹരണ സെന്റൻസുകളുമാണ് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രേസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കൂട്ടം വാക്കുകളും അത് ഒരു സെന്റൻസിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു കൂട്ടം വാക്കുകളുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ്സ് ആണ്. അതായത് പദാനുപദം അതിന്റെ അർത്ഥം നമുക്ക് കണ്ടെത്താൻ പറ്റും. എന്നാൽ ചിലത് ഇഡിയോമാറ്റിക് ഫ്രേസസ് ഒക്കെ വരുമ്പോൾ അല്പം വ്യത്യാസം ഉണ്ടാവും. അത് ആ സമയത്ത് ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കുക, ഫ്രേസസ് ആൻഡ് സെന്റൻസസ്. ഫ്രേസസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വാക്കുകളാണ്, അതിനൊരു പ്രത്യേക അർത്ഥം ഉണ്ടാവും എന്നർത്ഥം. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ ഫ്രേസ് എന്ന് പറയുന്നത് വിത്ത് ഇൻ ദി ടൈം ഫ്രെയിം എന്നാണ്. വിത്ത് ഇൻ ദി ടൈം ഫ്രെയിം, ഒരു സമയപരിധിക്കുള്ളിൽ എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മളൊരു സമയം വെക്കാറുണ്ട്. ഉദാഹരണം, ഒരു വിവാഹം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഫെസ്റ്റിവൽ നടത്തുന്നു, അല്ലെങ്കിൽ വേണ്ട നമ്മളൊരു കോൺട്രാക്ട് എടുക്കുന്നു. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മളൊരു സമയപരിധി അതിനെ കൽപ്പിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്രേസ് ആണ് വിത്തിൻ ദി ടൈം ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നാണ് അർത്ഥം. ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദർ ഷുഡ് ബി എ സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം. എന്തിനേതിനും ഒരു പ്രത്യേക സമയം വേണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വിത്തിൻ ദി സ്റ്റിപ്പുലേറ്റഡ് ടൈം എന്നും കൂടി വേണമെങ്കിൽ പറയാം. ഇത് രണ്ടുമാണ് അതിന്റെ ഇംഗ്ലീഷ് അർത്ഥമായിട്ട് വരുന്നത്. ഇനി 2 ഉദാഹരണ സെന്റൻസുകളാണ് തരുന്നത്. ആദ്യത്തെ ഉദാഹരണ സെന്റൻസ് എന്ന് പറയുന്നത് ദ ഗവൺമെന്റ് ഷുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട് വിത്തിൻ ദി ടൈം ഫ്രെയിം. ദ ഗവൺമെന്റ് ഷുഡ് കംപ്ലീറ്റ് ദ പ്രൊജക്ട് വിത്തിൻ ദി ടൈം ഫ്രെയിം. രണ്ടാമത്തെ ഉദാഹരണം, ദി ഇലക്ഷൻ ഷുഡ് ബി കംപ്ലീറ്റഡ് വിത്തിൻ ദി ടൈം ഫ്രെയിം സ്പെസിഫൈഡ്. The election should be completed within the time frame specified. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള 2 സെന്റൻസുകൾ. നിങ്ങളിത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സ്വന്തമായ ശൈലിയിൽ ഒന്ന് പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുക. അത്രേ ഉള്ളൂ. അടുത്ത ഫ്രേസിലേക്ക് കിടക്കുകയാണ്. രണ്ടാമത്തെ ഫ്രേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. വിത്ത് ദി എയിം ഓഫ്. വിത്ത് ദി എയിം ഓഫ് എന്നാണ് ഈ ഫ്രേസ് അറിയപ്പെടുന്നത്. ഇതിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് എന്ന ലക്ഷ്യത്തോടെ എന്നാണ്. എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രേസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇംഗ്ലീഷ് അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് സംതിങ് യു പ്ലാൻ ടു അച്ചീവ്. ഇറ്റ് മീൻസ് സംതിങ് യു പ്ലാൻ ടു അച്ചീവ്. മറ്റൊരർത്ഥം എന്ന് പറയുന്നത് യു ആർ വർക്കിംഗ് വിത്ത് ദ എയിം ഓഫ് അച്ചീവിങ് ഇറ്റ്. യു ആർ വർക്കിംഗ് with the aim of achieving it. ഇതിപ്പോ 2 ഉദാഹരണ സെന്റൻസുകൾ കൂടി ഇവിടെ നിങ്ങളോട് പറയാൻ പോകുന്നുണ്ട്. ആദ്യത്തെ ഉദാഹരണം എന്ന് പറയുന്നത് he started his career playing with the aim of becoming a smart cricketer. He started his career playing with the aim of becoming a smart cricketer. അടുത്ത ഉദാഹരണ സെന്റൻസ് എന്ന് പറയുന്നത് the student began his study with the aim of getting a first class grade in it. The student began his study with the aim of getting a first class grade in it. ഇത് രണ്ടുമാണ് ഉദാഹരണ സെന്റൻസുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇത് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ സ്വന്തം സെന്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അടുത്ത ഫ്രേസിലേക്ക് കടക്കുന്നു. മൂന്നാമത്തെ ഫ്രേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. against the backdrop of. against the backdrop of എന്തിന്റെങ്കിലും പശ്ചാത്തലത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. അപ്പോ അതിന് ഇംഗ്ലീഷിലെ അർത്ഥം എന്ന് പറയുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സംതിങ്.
അല്ലെങ്കിൽ നമുക്ക് പറയാം ഇൻ ദ സെറ്റിംഗ് ഓഫ് സംതിങ്, ഓർ അതർവൈസ് നമുക്ക് പറയാം ഇൻ ദ കണ്ടീഷൻ ഓഫ് സംതിങ് എന്നുള്ളതാണ്. അപ്പോ രണ്ട് ഉദാഹരണ സെന്റൻസുകളോടി ഞാനിവിടെ പറയുന്നുണ്ട്. ഓൾ ഓഫ് ദി പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി arise against the backdrop of inequality. All of the problems in our country arise against the backdrop of inequality. അസമത്വത്തിൽ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്നാണ്. നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അസമത്വം എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത സെന്റൻസ് എന്ന് പറയുന്നത് ദ പീപ്പിൾ ക്യാൻ സ്ട്രൈക്ക് against the backdrop of the inefficiency of the government. The people can strike against the backdrop of the inefficiency of the government. അതായത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ് എല്ലാത്തിനും കാരണം എന്നുള്ളതാണ്. സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണെന്നാണ് ആ സെന്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഗൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് എന്നുള്ളതാണ് ആ ഫ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എഗൻസ്റ്റ് ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് എന്നുള്ളതാണ് ആ ഫ്രേസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ സ്വന്തം സെന്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ. നാലാമത്തെ ഫ്രേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അണ്ടർ ദി ഏജീസ് ഓഫ് ഇതിന്റെങ്കിലും ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ഒരു രക്ഷാകർതൃത്വത്തിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ അതാണ് അതിന്റെ അർത്ഥം. ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ രക്ഷാകർതൃത്വത്തിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നു, ഏതിന്റെങ്കിലും ആഭിമുഖ്യത്തിൽ ഒരു കാര്യം നടക്കുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് സംതിങ് ഓർ സംവൺ, വിത്ത് ദി പ്രൊട്ടക്ഷൻ ഓഫ് സംതിങ് ഓർ സംവൺ, അല്ലെങ്കിൽ നമുക്ക് പറയാം വിത്ത് ദി സപ്പോർട്ട് ഓഫ് സംതിങ് ഓർ സംവൺ, വിത്ത് ദി സപ്പോർട്ട് ഓഫ് സംതിങ് ഓർ സംവൺ. ഇതാണ് ശരിക്കും ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം. രണ്ട് ഉദാഹരണ സെന്റൻസുകൾ കൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട്. ദി പ്രോഗ്രാം വാസ് completed under the aegis of the government. The program was completed under the aegis of the government. രണ്ടാമത്തെ ഉദാഹരണ സെന്റൻസ് എന്ന് പറയുന്നത് under the aegis of the collector the meeting was organized. Under the aegis of the collector the meeting was organized. ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് അനുകരിക്കാവുന്ന രണ്ട് സെന്റൻസുകൾ. നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തമായ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അടുത്ത ഫ്രേസിലേക്ക് കിടക്കുകയാണ്. അഞ്ചാമത്തെ ഫ്രേസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇൻ കൺസൾട്ടേഷൻ വിത്ത് എന്നാണ് ഇംഗ്ലീഷിൽ ഇത് പറയുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, മലയാളത്തിൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടിയാലോചിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനം എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് മീൻസ് ടു ഡിസ്കസ് സംതിങ് വിത്ത് സംവൺ. It means to discuss something with someone. എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് നമ്മൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ കൂടിയാലോചിക്കുക എന്നുള്ളതാണ് അർത്ഥം. അല്ലെങ്കിൽ പറയാം ഇൻ ഓർഡർ ടു ഗെറ്റ് ദെയർ അഡ്വൈസ്. ആരോടെങ്കിലും വേറെ കുറച്ച് ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ, അവരോട് ചർച്ച ചെയ്യണമെങ്കിൽ ഇൻ ഓർഡർ ടു ഗെറ്റ് ദെയർ അഡ്വൈസ്, അവരുടെ ഉപദേശം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന പോലെയെന്ന് അർത്ഥം, ചർച്ച ചെയ്യുന്ന അർത്ഥം. അപ്പൊ ഈ രണ്ട് ഉദാഹരണ സെന്റൻസുകൾ കൂടി ഇവിടെ തരുന്നുണ്ട്. ഹി ടുക്ക് എ ഡിസിഷൻ ഓൺ ദി മാറ്റർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ഹി ടുക്ക് എ ഡിസിഷൻ ഓൺ ദി മാറ്റർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഹിസ് ഫ്രണ്ട്സ്. ആ പ്രശ്നത്തെ കുറിച്ച് അവന്റെ കൂട്ടുകാരോട് അവൻ ചർച്ച ചെയ്തിട്ടാണ് ആ തീരുമാനം എടുത്തതെന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ദ പോലീസ് ഓഫീസർ fought against the miscreants in consultation with the higher authority. The police officer fought against the miscreants in consultation with the higher authority. അദ്ദേഹത്തിന്റെ ഉയർന്ന അധികാരികളോട് ചോദിച്ചിട്ടാണ് ആ പോലീസ് ഓഫീസർ മിസ്ക്രിയൻസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തെന്ന് അർത്ഥം. ആ മിസ്ക്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, സാമൂഹ്യ ദ്രോഹികളെ പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അയാൾക്ക് ഉപദേശം തരേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഹയർ അതോറിറ്റിനോട് കൺസൾട്ട് ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്ന് അർത്ഥം. അങ്ങനെയൊക്കെ ഉപയോഗിക്കാനാണ് ഈ ഫ്രേസ് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സെന്റൻസുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇതോടുകൂടി ഈ എപ്പിസോഡിലെ 5 ഫ്രേസുകളും തീരുകയാണ്. എന്നാൽ ഈ എപ്പിസോഡ് അവസാനിക്കുന്നില്ല. വൊക്കാബുലറി വേർഡ്സ് എന്നുള്ള സാധനവും കൂടി ഇവിടെ തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
തൊട്ട് പിന്നാലെ തന്നെ വൊക്കാബുലറി വേർഡ്സ് വരുന്നതായിരിക്കും. ഇനി പറയാൻ പോകുന്നത് വൊക്കാബുലറി വേർഡ്സ് ആണ്. വൊക്കാബുലറി വേർഡ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. അതായത് പദസമ്പത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്, അതെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആദ്യത്തെ വാക്കെന്ന് പറയുന്നത് റിലീജിയസ് റൈവൽറി, എന്നുവെച്ചാല് മതസ്പർദ്ധ എന്നാണ് അതിന് പറയുന്നത് മലയാളത്തിൽ. അതുപോലെ കമ്മ്യൂണൽ ഹാട്രഡ്. കമ്മ്യൂണൽ ഹാട്രഡ് എന്ന് പറയുന്നത് എന്താണ്? വർഗീയ വിദ്വേഷം. അതുപോലെ ഒപ്പോസിഷൻ ലീഡർ. ഒപ്പോസിഷൻ ലീഡർ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്, പ്രതിപക്ഷ നേതാവ്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു വാക്കെന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ കമ്മിറ്റി, എന്നുവെച്ചാൽ ഏകോപന സമിതി. ഏറ്റവും അവസാനത്തെ വാക്കെന്ന് പറയുന്നത് കമ്മ്യൂണൽ അപ്പീസ്മെന്റ് എന്ന് പറഞ്ഞാൽ വർഗീയ പ്രീണനം. ഇത്രയുള്ളൂ, 5 വാക്കേ ഉള്ളൂ ഇവിടെ. ആ 5 വാക്ക് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോ ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു കാണും എന്നും വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ കമന്റ് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഉള്ള കമന്റ് നിങ്ങൾ അയക്കുക. പിന്നെ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.